അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ പെട്ടി കൊണ്ട് ഞാൻ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും പരിപാടി എന്നുള്ളത്. എൻ്റെ പരോള് തീർന്നു, കനേഡിയൻ പരോള് തീർന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പെട്ടി പാക്ക് ചെയ്ത് ഇൻഷാ അല്ലാ രാവിലെ ഒരു 9 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ. നമ്മൾ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നാണ്, നൈറ്റാണ് ഫ്ലൈറ്റ്, 7:30 ആ ടൈമിലാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ട് എനിക്ക് എറണാകുളത്ത് നിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട്. ആ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞ് ആ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി വെയിറ്റ് സൈസ് ആക്കിയിട്ട് വേണം എയർപോർട്ടിലേക്ക് കയറാൻ. ഞാൻ ആകെ റിട്ടേൺ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണത് ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സും പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഇതിൽ. ആ ഡ്രസ്സുകൾ മാത്രമേ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്ത് കൊണ്ടുപോകണുള്ളൂ, വേറെ സാധനം കൊണ്ടുപോകണില്ല. ബാക്കി സാധനം മൊത്തം എറണാകുളത്ത് നിന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നജ്മ സാറ് ക്യാമറൻ്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഈ സാധനം പാക്ക് ആക്കട്ടെ കേട്ടോ. ഇതുപോലത്തെ 2 പെട്ടി ഉണ്ട് നമുക്ക്. അതുപോലെ പിന്നെ 23 കിലോൻ്റെ 2 പെട്ടിയും പ്ലസ് 7 കിലോൻ്റെ ക്യാരി ഓണാണ് ഉള്ളത്. അപ്പോൾ അതിലേക്കുള്ള സാധനം ഇപ്പോൾ ഇതിലില്ല, പക്ഷേ കൊച്ചിയിലെത്തുന്നതോട് കൂടി സാധനം എക്സസ് ആവും. നമുക്ക് കൂട്ടുകാരൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് സാധനം പാക്ക് ചെയ്യാം. ഞാൻ ഈ ഫ്രണ്ട്സിനൊക്കെ ഇന്നലെ തന്നെ കണ്ടു, ചെക്കന്മാരൊക്കെ. എനിക്ക് എന്താ വെച്ചാൽ ഈ പോണ സമയത്ത് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യമല്ല. കാരണം അതൊരു എന്താ പറയുക, ഒരു ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. ഞാൻ ഫസ്റ്റ് കാനഡയ്ക്ക് പോയ സമയത്ത് നല്ലോണം നൊലോളിച്ച് വരമ്പിയാണ്ടാണ് പോയിരുന്നത്. ഫസ്റ്റ് പോക്ക് കേട്ടോ, 2022 പോയപ്പോൾ. കഴിഞ്ഞ പോക്ക്, അതായത് കല്യാണം, എന്നിട്ട് പിന്നെ ഞാൻ 2024 കഴിഞ്ഞ വർഷം വന്നു കല്യാണം കഴിഞ്ഞ്. ആ പോയ പോക്ക് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു അസൈൻമെൻറ്റ് മനസ്സിലായി. അതായത് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ ലാഗാകും തോറും എന്താ പറയുക, നമ്മളാ ഒരു ഇമോഷൻ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് കളിക്കാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ സെയിം ടാക്ടിക്സാണ് ഞാൻ ഈ വർഷവും പ്ലാൻ ചെയ്യണത്. പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം, അപ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ ഡ്രസ്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടണില്ല. 2 ദിവസം മുമ്പ് അലക്കി വെച്ച സാധനമാണ്. എന്നിട്ട് തന്നെ നമ്മൾ കുറേ സാധനം ഇപ്പോൾ അയൺ ചെയ്തുകൊണ്ടൊക്കെ ഉണക്കിയിരിക്കണത്. ഏതായാലും പറ്റണ പോലെയൊക്കെ അലക്കി ഉണക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഡ്രസ്സുകൾ അയൺ ചെയ്ത് നമ്മൾ ഉണക്കിയിട്ടുണ്ട്. എന്നാലും ഉണങ്ങാത്ത ഡ്രസ്സുകളുണ്ട്. അതിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതായാലും ഈ ഡ്രസ്സെല്ലാം മടക്കി ഒതുക്കി വെക്കട്ടെ. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി പിടിക്കും. പോകുമ്പോൾ ഇതിടാം അല്ലേ. ഇപ്പോൾ ഈ 2-3 ഷർട്ടും കൂടിയും, വളരെ കുറച്ച് ഡ്രസ്സുള്ളൂ. പിന്നെ വേറെ 2 പെട്ടി കൂടി ഉണ്ട്, അത് അപ്പുറത്ത് ഉണ്ട്. പക്ഷേ അതിൽ നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും നടക്കണില്ല. ഓക്കെ, വീട്ടുമൊക്കെ അലമ്പായി കിടക്കാം കേട്ടോ. രാവിലെ എണീറ്റ് ഏർലി മോർണിംഗാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേണ്ടി ഒരു റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ആ ബാഗിൻ്റെ ലാപ്പിൻ്റെ ബാഗ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പിന്നെന്താ ഇതിലേക്ക് ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ ഈ ഡ്രസ്സും കൂടി നമുക്ക് കൂട്ടത്തിൽ പെട്ടിയിലേക്ക് കയറണം. ഓക്കെ, ഐ വിൽ മിസ് മൈ റൂം. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഒറ്റ പറച്ചിൽ ഒറ്റ ഇറക്കട്ടെ എല്ലാവരോടും. പോയിട്ട് വരാം. ഇനി ഇൻഷാ അല്ലാ അടുത്ത വരവിൽ കാണാം എല്ലാവരും. പോയി വരാം കേട്ടോ, അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇങ്ങോട്ട് ഇറങ്ങണം, നോക്കണം. അപ്പോൾ ഇതുണ്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിനെ ധന്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി എയർപോർട്ട് എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ടോപ്പ് ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഞാൻ എയർപോർട്ടിലേക്ക് ഇറങ്ങി, ഫ്ലൈറ്റ് കയറി കാനഡയിൽ പോകാൻ എയർപോർട്ടിലേക്ക് ഇറങ്ങി. എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് അടിപൊളി ട്വിസ്റ്റ് ഉണ്ടായി. എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലീവ് എക്സ്റ്റൻഷൻ നോക്കുന്നുണ്ടേനി, എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കൂടി നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മെയിൽ അയച്ചിട്ട് യാതൊരു അപ്ഡേറ്റും ഇല്ല. ഞാനാണെങ്കിൽ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റ് എടുത്തും വെച്ചിരിക്കണേ. ആ ഡേറ്റിനാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ ഇറങ്ങിയെന്ന് മാത്രമല്ല, എയർപോർട്ടിലേക്ക് എത്താൻ ടൈമിൽ നമുക്ക് ലീവ് അപ്രൂവായി വന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച്, ഇനിയിപ്പോൾ നേരെ വീട്ടിൽ വെറുതെ കയറി ചെല്ലണതിന് പകരം നൈസിൽ നമുക്കൊന്ന് പെരക്കാരെ സർപ്രൈസ് ആക്കിയില്ല. കാരണം ഓലെ മൈൻഡിൽ എന്താണ്, ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്, ഇറങ്ങി ഫ്ലൈറ്റ് കയറി പോകണമെന്നുള്ളതാണ്. നമുക്ക് ലീവ് കിട്ടിയത് പെരക്കാർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ, ഹനാൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. ഹനാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമ്മളെന്ത് ചെയ്യും,
അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് കണ്ട് നേരെ വീട്ടിൽ പോയിട്ട് പെരക്കാരെ സർപ്രൈസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എന്താകുന്നില്ല അറിയില്ല, നമുക്ക് നോക്കിയതായാലും ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാം. ഇത് അഗാറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വാക്യൂം ക്ലീനറാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1600 വാട്ട്സിൻ്റെ മോട്ടറാണ് വരുന്നത്. നല്ല അടിപൊളി സക്ഷനുള്ളൊരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിൻ്റെ ലുക്കിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്പീഡ് കൺട്രോൾ നോബ് ഉണ്ട്, ഇവിടെ കേബിള്, നമ്മൾ കേബിൾ ഇവിടുന്ന് പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അകത്ത് കയറി സെറ്റായി കിടന്നോളും. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ വീല് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഒരു 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ഒരു വീല് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ 2 റബ്ബർ വീലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമുക്ക് അവർ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരൊറ്റ ടിൽറ്റിൽ സംഗതി ലോക്കാവും. അതിന് ശേഷം നമുക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഒരു അലുമിനിയം പൈപ്പ്, നമുക്ക് ഹൈ സർഫസിലൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പും അലുമിനിയം പൈപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് നോസിലാണ് ഈ പ്രൊഡക്റ്റിനുള്ളത്. ഒന്ന് നമ്മൾ റെഗുലർ ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാനുള്ളൊരു നോസിലുണ്ട്. അതിന് പുറമെ 2 എക്സ്ട്രാ നോസിലും കൂടി ഉണ്ട്. അതിൽ ഒരെണ്ണം ഭയങ്കര തിന്നായിട്ട് നമുക്ക് വലിയ നോസിൽ കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ ചെറിയ കോർണേഴ്സൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെറിയ നോസിലും പിന്നെ ഒരു ഓൾ പർപ്പസ് നോസിലും കൂടി ഉണ്ട്. ഇത് ബ്രഷാണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഇതിലേക്ക് വരികയാണെങ്കിലും നോസിലേക്ക് വരികയാണെങ്കിലും ഇതിനും ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷ് എനേബിൾ ആവും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ബട്ടൺ തന്നെ അമർത്തിയാൽ മതി. ഓക്കെ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് 1 ഇയർ വാറൻറ്റി അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് ഈ മെഷീൻ സക്ഷനും കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഫ്ലോറിലില്ലേ ഈ ഫുള്ള് പൊടി, ഇവിടെ പൊടിയുണ്ട്, അതേപോലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. പവർ ബട്ടൺ ഓണാക്കുന്നു, സ്പീഡ് കൂട്ടുന്നു. സ്പോട്ട്ലെസ് ക്ലീൻ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ഫുൾ സാധനം മെഷീൻ വലിച്ചെടുത്തു. ഇനി ഇവിടെ കാണിച്ചു കൊടുത്തേ, മൊത്തം ഇതിൻ്റെ അകത്തെത്തിക്കാൻ മതി ഫുൾ സാധനം. അപ്പം അങ്ങനെ ഏത് പോയിന്റിലും നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ നോസിൽ ജസ്റ്റ് മാറ്റി കൊടുക്കുക, എല്ലാ മുക്കും പോലെയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓഫറിൽ വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ പ്രൈം ഡേ സെയിൽ നടക്കുന്നുണ്ട് ഈ ജൂലൈ 12th to 14th. അപ്പോൾ എക്സൈറ്റിംഗ് ഡിസ്കൗണ്ട്സിന് ജസ്റ്റ് നിങ്ങൾ ആ ഡീലൊന്ന് ചെക്കൗട്ട് ചെയ്യാം. കയറാൻ പോകുന്നു. വണ്ടി കണ്ട് കയറ്റിക്കളാം. കൂറ്റമ്പാറ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡിപ്പാർച്ചർ അവിടെ, അറൈവൽസ് അവിടെ ആരെ കുത്തിരിക്കണേ, അനാനാക്കണേ. ഡിപ്പാർച്ചറിന് ഞാൻ എത്തിയിരിക്കണ്. കൂറ്റമ്പാറ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കൂറ്റമ്പാറ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ എത്തിട്ടോ. എയർപോർട്ടിൻ്റെ കമാൻഡോ ഈ നിൽക്കുന്നത്.
അപ്പോൾ ഇതിലൊരു വലിയ ട്വിസ്റ്റ് വരാണ്ട്. ആ ട്വിസ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. പെരയില് പോയത് ഹൈറാൻ വേണ്ടിട്ട് മോലിയാരൊക്കെ വിളിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റില് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിക്കണല്ലോ. എന്തായാലും പിന്നെ റിട്ടേൺ പോകുമ്പോ ഒരു അടി ഉറപ്പേക്കാലോ. ചക്കി കൊണ്ട് ഇങ്ങനെ ചെന്നാ മതി, മാരക സീന കാണാ. ഒന്നിനൊന്നും മെച്ചായിട്ട് അഭിനയം. ഇതിന്റെ പെണ്ണുങ്ങളെ സ്റ്റോറി ഇട്ടത് നെജിമ സ്റ്റോറി ഇട്ടിക്കണേ. സേഫ് ഫ്ലൈറ്റ് ആൻഡ് ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മോചിക്കണം. ബാസിൽ സ്റ്റോറി ഇട്ടിക്കണേ. ബാസിൽ കൊടുത്ത് സ്റ്റോറി ഇട്ടുണ്ടോ? ബാസിന്റെ സ്റ്റോറി ഇട്ട് തരാം. സോറി മുത്തേ. ചെറുതിനോ? ഹലോ അസ്സലാമു എന്തായി? ഇറങ്ങിയോ? എപ്പോഴാ ഇറങ്ങി? എയർപോർട്ടിൽ എത്തിയാവല്ലേ? 9:30 ഇറങ്ങിയത്. എന്തോ ഈ ഇറങ്ങിയോന്നൊക്കെ ചോദിച്ചാണ്ട് 9:30 എന്തോ ടൈപ്പ് ചെയ്യേണ്ട ആള്. വരമ്പി കുത്തിരിക്കീനി. ഇല്ല നടക്ക്. ഇവിടുന്ന് 9:30 ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു, പറ്റാൻ പറ്റിയിട്ടുള്ളൂ. എയർപോർട്ടിൽ ടെർമിനൽ 1 ഞാൻ PS5 അവനെ ഇനി തിരിഞ്ഞു ഞാൻ പോകാൻ നേരത്തെ അല്ലാത്ത കാട്ടുക പാവണ വേറൊന്നും കേട്ടോ. ഓലെ വികാരം വെച്ചാണ് ഞാൻ ഈ കൊമ്മലാടുന്നത്. അതിനെ പറ്റി ഞാനിത് ഈ സങ്കടത്തിന് ശേഷം ഇരട്ടി മധുരാണ് ഞാന് അതിൽ കാണുന്നത്. അതാണ് എന്റെ റിവാർഡ്. അത് കുറെ സങ്കടം ഒരു കയറ്റുണ്ടെങ്കിൽ ഇറക്കിടണ വരെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സങ്കട പെണ്ണിന്റെ 2 ഇരട്ടി നാളെ സന്തോഷം കിട്ടും. ഇന്നൊന്നും വെയിറ്റ് ചെയ്യണം. നമുക്ക് സെറ്റ് ആക്കുന്നില്ല മൈൻഡിലാണ്. അപ്പൊ ബാസിലവറുകൾ എത്തിക്കണ്ടോ? എന്നിട്ട് നിങ്ങൾ ഹാപ്പി അല്ലേ? സ്റ്റോറി ഉണ്ടോ? ഞാൻ അതായത് നമുക്ക് രാത്രി പരിപാടി. പക്ഷെ നാളത്തെ ഇന്ന് രാത്രി അല്ലേ? ഇന്ന് രാത്രി എൻട്രിയാണ്. അത് സീൻ എൻട്രി ആക്കണം. മാട്ടക്കണി കൊണ്ട് മിക്കവാറും ഒരു കേട്ടില്ല, ഒരു മന എയർപോർട്ട് കൂട്ടിക്കൊണ്ട് ചെന്ന ഒരു ചങ്ങായി ചെരുപ്പൊക്കെ ഇംഗ്ലീഷ് ബ്ലോഗർ. അപ്പൊ അതേമാതിരി മിക്കവാറും മാട്ടലോടെ സുഹൃത്തുക്കളെ. അപ്പൊ ചെലപ്പോ ദർശുവിന്റെ ചാനലിലെ അവസാനത്തെ ഈ ഒരു ഷേപ്പിൽ അവസാനത്തെ ബ്ലോഗാൻ സാധ്യതയുണ്ട്. കാരണം ചെമ്പ്, പാത്രം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനെന്താ അറിയാം. ഞാൻ ഉദ്ദേശിക്കണ വെച്ച് കഴിഞ്ഞാല് ഇമ്മ അടുക്കളയിൽ നിന്ന് കേറിയിട്ട് പോരാനല്ല മൈൻഡാണ്. ആയുധങ്ങൾ കൈപ്പാട്ടില് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാ പൊട്ടു. അപ്പൊ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ആ സമയത്ത് പോയാൽ എന്താ കുറച്ച് ശാന്തമായിരിക്കും. അപ്പൊ ആ സമയത്ത് പോകാനുള്ള മൈൻഡിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഒരു പ്ലാനില്ല. നേരെ പെരി ചെന്ന് വാതിൽ മുട്ടാൻ മൈൻഡാണ്. എന്തൊരു പ്ലാൻ ആക്കണ്ടേ? നമുക്ക് അങ്ങനെ പ്ലാന് ഉണ്ടാക്കേണ്ടി വരും. ഞാൻ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയി. എന്ത് എനിക്ക് സംഭവിക്കുന്ന ആലോചിച്ചിട്ട് അവിടെ ഇല്ല എനിക്കും സംഭവിക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ ആകെ ബ്ലൈൻഡ്. അപ്പൊ ഗൈസ് നമ്മളെ പെരി പോവാട്ടോ. എന്താകുന്നില്ലോ എന്ന് അറിയില്ല. മിക്കവാറും ഇഞ്ചൊക്കെ എറണക്കുറ്റി പൊളിന്ന്. കാരണം കാനഡയ്ക്ക് പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് നെജ്മ ഇങ്ങനെ ഇടക്കിടക്ക് മെസ്സേജ് അയക്കും എവിടെ എത്തി എന്താന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ദുബായിൽ 14 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ദുബായിൽ റൂമിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫേക്ക് ചെയ്ത് അയച്ചു കൊടുത്തിരിക്കണം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓൾറെഡി ഇന്നലെ റിട്ടേൺ പോയിക്കണേ. അവൻ എൻ്റെ ഒപ്പം കാനഡയിൽ നിന്ന് പോകുന്നതാണ് നാട്ടിലേക്ക്. അപ്പോൾ ഓൻ സെയിം ഡേറ്റിൽ റിട്ടേൺ പോയിക്കണേ. ഞാൻ ശരിക്കും ടിക്കറ്റ് എടുത്തിരുന്നു. ഞാൻ ഫസ്റ്റ് കാനഡയിൽ നിന്ന് ഇനീഷ്യലി വരുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിക്കണേ. അതിൻ്റെ ഒറിജിനൽ ഡേറ്റ് ഇന്നലെയായിരുന്നു. അപ്പോൾ ആ ഒറിജിനൽ ഡേറ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ പോയത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഇന്നലെ നൈറ്റ് ഹാനാൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. എന്താവുമെന്ന് പടച്ചോനെ അറിയുള്ളൂ. പെരയിൽ ചെന്നിട്ട് ഒന്നെങ്കിൽ ഓല റിയാക്ഷൻ കാണാം, ഇല്ലെങ്കിൽ എൻ്റെ പുറം പൊളിയുന്നത് കാണാം.
എന്തായാലും പോയോക്കട്ടെ, വരുന്നോടത്ത് വെച്ച് കാണാം എന്താവും എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. പോയോക്കാം നമുക്ക്. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ ചെറിയ അങ്ങാടിട്ടാ. ബൈപ്പാസ് കൂടി ചോദിച്ചത് ബൈപ്പാസ് കൂടെ അഞ്ഞേ പോയി അങ്ങണ്ടേ ഒരു കാര്യം ചെയ്യും, ആ ടെർമിനലിൻ്റെ കൂടെ എടുക്ക്, ഇതിൽ കൂടെ ഇറക്കിയാണ് ആ ബൈപ്പാസ് കീഴാട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പരിപാടി എന്താ വെച്ചാൽ എൻ്റെ പേര് കയ്യിലേ പോകട്ടെ ആ റോട്ടിന്, ആ ടയർ കമ്പിൻ്റെ അപ്പുറത്ത് കൂടെ. നമ്മളിപ്പോഴത്തെ പരിപാടി നമ്മൾ കോഴിപ്പിടി പോകണേ. കോഴിപ്പിടി പോയിക്കാണ്ടേ ഒരു കോയിനെ വെട്ടി വാങ്ങാം. കോയിനെ വെട്ടി വാങ്ങിയാണ്ട് നേരെ മരത്തേക്ക്. ചായക്കടിയാണോ? ചായക്കടി പെരയിലുണ്ടാവും. അപ്പോൾ ഏതായാലും കോഴി വാങ്ങിയാണ്ട് നേരെ മരത്തേക്ക് നിന്നാണ്ട് ഇമ്മ കോഴി അറിയാം, ബാക്കി എന്താവുന്നില്ലത് അറിയാം. കോയിനെ അടുപ്പത്ത് കിടണി വരം മഞ്ഞ വെട്ടി നുറുക്കി അടുപ്പത്തേക്ക് ഇടൂല എന്നില്ല നമുക്ക് നോക്കാം. ഓക്കെ, കോഴിപ്പിടി ഇവിടെ എടുത്താ നമ്മളേ കോഴിപ്പിടിയിൽ എത്തിക്കണ്ടോ. അപ്പം നമുക്ക് കോഴി വാങ്ങാം. കോഴി വാങ്ങിയാണ്ട് നേരെ മരത്തേക്ക് പോകാം. അല്ലാത്ത ഒക്കെ അങ്ങനെയാണ്. ആകെ തിരക്ക്, എല്ലാവരും കോഴിക്കാരാട്ടോ. അയലോക്കത്തെ കാക്ക മലയാക്കണ്ട് കേട്ടോ, അയലോക്കാരാണ്, കണ്ടാൽ മനസ്സിലാവോ. ഇജൊരു കോഴി ഉണ്ടോ? ആ കോഴി പറഞ്ഞിരുന്നു മലയാക്ക കണ്ടാലേ ഇവനല്ലേ മിഞ്ഞാന്ന് പോയത് പറയും, അതുകൊണ്ട് കാണാത്ത മാതിരി കാണാം കേട്ടോ. കോഴി വെട്ടിക്കിട്ടി. ഇതും കൊണ്ട് നേരെ എന്താ കോഴി ചാറൊക്കെ ഇറങ്ങാണ്ടേ പെരയ്ക്ക് കയറിച്ചല്ല എന്താവും നോക്കാം. എന്നാ നീ വണ്ടി എടുത്തോ, ഞാൻ ഏതായാലും പെരയിലെത്തിരി കാണാട്ടോ ഗൈസ്. ഇജ് പറഞ്ഞ കേൾക്കൂല, മൈക്കും ചേർത്താണ് ആകെ തിരക്കിച്ചു. ഇപ്പം എൻ്റെ പെരയ്ക്ക് തിരിഞ്ഞു കേട്ടോ. കോഴിപ്പിടിയിലാണെങ്കിൽ അലോകത്തെ കാക്കിൻ്റെ വരും, ഭാഗ്യം മൂപ്പര് കാണാഞ്ഞ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ മൂപ്പര് കോയങ്ങ് വന്നാ മൂപ്പര് സ്പോട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവും. വണ്ടി ഇജ് നേരെ പോട്ടെ, സീനില്ല. ഈ വണ്ടി ആണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മക ഒറ്റടിക്ക് ഇത് പെരയ്ക്ക് കയറ്റണ്ട, ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ ഇട്ടാ. ആടാ ചളി കേട്ടോ, ആകെ ചളിയാണ്, പൊയച്ചളിയാണ് ഇവിടെ. നമ്മളെ റോഡിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, തോട് മാതിരിയാണ്. എന്തൊരു മാറ്റമാണ് ഭയങ്കരം തന്നെ. ഈ വളവ് കഴിഞ്ഞ എൻ്റെ പേരേട്ടോ ആക്കണിന്റെ പേരാണിത്. ഇമ്മ പുറത്തില്ല എന്നാ മതി റബ്ബേ. ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ പെരക്കാരൊക്കെ പുറത്തുള്ള ടൈമേക്കാരം. ഇതാണ് അന്തർജാന. ആ അപ്പൊ ഇപ്പൊ ഇല്ല, ഇപ്പൊ ആരും കാണാനില്ല. നിനക്ക് അങ്ങനെ കയറ്റല്ലേ, അങ്ങനെ കയറ്റല്ലേ, മുന്നിക്ക് ഇങ്ങനെ കിട്ടോ. അവിടെ കേപ്പോ ഷനുബല എങ്ങനെ ഇറങ്ങാ? ഇത് ഇറങ്ങിക്കോ, അതൊക്കെ എല്ലാവരും സഹിക്ക. ഇറങ്ങിക്കോ. വാ വാ വാ, പോയി ബെല്ലടിച്ചാ ഇതാണ് കുറേച്ചാണ് അറിയാം. ഇനി ബെല്ലടിച്ചാനൊക്കെ ചെന്നുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ. അതേ കാര്യം അതിലേറെ വിറ്റ്. സ്കൂട്ടി ഇല്ല, സ്കൂട്ടി നെജ്മ കൊണ്ടിരിക്കണേ. സലാമലൈക്കും. ഞാൻ കാനഡയിൽ പോന്നു. കാനഡയിൽ പോന്നു. ചാറച്ചളി, ഞാൻ കോഴി പീടിക്ക് പോയി അങ്ങ് പോയതല്ലേ. കാനഡയിൽ പോന്നു. എന്താ എന്താ എന്ത് സംഭവം? ഞാൻ കോഴിപ്പിടിക്ക് പോയി അങ്ങ് പോയതല്ലേ. ലീവ് നീട്ടിക്കണ്. ഇന്നലെ എന്തോ എറണാകുളത്ത് പരിപാടി എന്ത് നെജ്മയുടെ ഇവിടെ
അപ്പൊ നിങ്ങൾ നാക്കിൽ ഓളെ ഇങ്ങോട്ട് വിളിച്ചെടുത്തണം. എന്തെങ്കിലും കാരണം പറഞ്ഞാണ്ട് എന്തെങ്കിലും ഓള് ഇങ്ങോട്ട് വരാൻ പറ്റിയ കാരണം ഉണ്ടാക്കി ഓളെ ഇങ്ങോട്ട് വിളിച്ചണം. ഞാൻ ഇവിടുന്ന് നെട്ടിച്ചു. ഓളെ റിയാക്ഷൻ നമുക്ക് കാണാം. അപ്പൊ ഗായ്സ് ഇമ്മ നെട്ടിട്ടോ. അപ്പൊ ഗായ്സ് അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആകെ മനസ്സടങ്ങാറായി കുത്തിരിക്കണല്ലേ. അതിപ്പോ ഞാൻ തിരിച്ചു വന്നു എന്ന് കാണുമ്പോ ഓൽക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതൊരു ഇരട്ടി മധുരാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത്. അപ്പൊ ഈ പോയ കണ്ണീരോട് അത് പോട്ടെ, കൊറേ കണ്ണീര് വേസ്റ്റ് ആക്കിക്കണ് നെജുമനെ ജിനു നട വിളിക്കില്ല. അതുകൊണ്ടാണ് അറിയാത്തത് ആൾക്കാർക്ക്. ചിലപ്പോൾ ജിനു പറഞ്ഞാൽ മനസ്സിലാവേണ്ടവരാ. ഇനി നമ്മളെ പരിപാടി ഇമ്മാനെ കൊണ്ട് നെജുമനെ വിളിപ്പിക്കും നമ്മൾ. എന്നിട്ട് നെജുമനോട് വരുത്തിച്ച എന്നിട്ട് നമുക്ക് നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. അല്ല ഓളെന്തും പറഞ്ഞ് വിളിപ്പിക്കും. ഇപ്പൊ പോരാ മറിയങ്ങള് അല്ലെങ്കിൽ ആരെങ്കിലും ആരൊക്കെ കാറില അപ്പൊ ഇന്ന് വിളിച്ചോണ്ടോ ഇനി നാളെ വിളിച്ചണോ? അതൊന്നും നടക്കില്ല. അല്ല ഇനി ഈ നേരത്തെ വിളിച്ച് വരുത്തിച്ചണ്ട. നിങ്ങൾ വെറുതെ ഇപ്പൊ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വിളിക്ക്. എന്താ വെറുതെ വർത്താനത്തിന് വിളിച്ചു നിങ്ങള് അങ്ങനെ ഒന്ന് വിളിച്ചാണ്. അടക്കടക്കടക്ക് ഇന്റെ നിങ്ങളെ ഫോണിന്റെ പിന്നെത്ര ഫുൾ 9 മുണ്ടല്ലോ നോക്കാം. ഫോണല്ലേ അസ്സലാമലൈക്കും. അടക്കി പൊന്നൊപ്പുണ്ടോ? അസ്സലാമലൈക്കും. മടങ്ങിയോ? മടങ്ങി വരിക. ഇജ് കാറിലാ സ്കൂട്ടിമല പോയത്? എന്നാ ഇങ്ങോട്ട് പോര്. വെറിയ ഇജ് പോയിട്ടേ. ആ എന്നാ നീ നേരെ വൈകണ്ട, വേഗം പോന്ന ഇരുട്ടാവുണ്ട്. മെഷീനോട് പറഞ്ഞാളാട്ടോ. ശരി. ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ, കാക്കണോ ഓളെ കാക്കണോ? ഓളിപ്പോ വരും. നമ്മളെ ടർഫ് എപ്പോഴാ? നമ്മളാണെങ്കിൽ ഒരു ടർഫ് ഇട്ട് കൊണ്ടു. അതിൻ്റെ അടിയിൽ ടർഫിന് ടൈമുണ്ട്. ഞങ്ങളോട് കാത്തിക്കല്ലേ? ഓക്കെ ഗായ്സ്. അപ്പം എന്നാൽ നമ്മൾ നെജ്മ വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ. ഹോം ടൂർ വേറെ എടുക്കണ്ടേ? അത് വേറെ വീഡിയോ ആണ് ഗായ്സ്. ഹോം ടൂർ പിന്നെ കുറേ ആൾക്കാർ ഹോം ടൂർ വെച്ചിങ്ങനെ. ടൂർ അടിക്കാൻ പറ്റിയൊരു ഹോമൊന്നും ഇല്ലെങ്കിൽ ഒരു ഞങ്ങളെ കൊച്ചു വീട് കാണിച്ചു തരാം എല്ലാവർക്കും. ഓക്കെ. 27 എന്തോ പരിപാടി ഉണ്ട്, അന്ന് പോയാലോ ഞാൻ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞു. പിന്നെ 27 പോയിട്ടില്ലല്ലോ, 28 കൊണ്ട് പോയി. അത് എനിക്ക് തോന്നുന്നു മറ്റേ കൊച്ചിത്തെ പരിപാടി പറഞ്ഞിട്ടേക്കാരം. ഞാൻ ഓള് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലാണല്ലോ പോകുന്നത്. അതിൽ വൈഫൈ ഉണ്ട്, പക്ഷെ കോളൊന്നും നടക്കൂല, ടെക്സ്റ്റിങ് നടക്കും. അപ്പൊ ഞാൻ ഫുള്ള് ഓൺലൈനിൽ നിന്നാണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ വിളിച്ചാ കിട്ടൂല മെസ്സേജ്. ഞാൻ വന്നപ്പോൾ അതേപോലെ ഇനി ഞാൻ ക്യാൻറ്റീന്ന് പോന്നപ്പോഴും ജോർജിക്ക് പോകുന്നതിന്റെ മൂട്ടിലൊരു മണിക്ക് കേറിക്കണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് അക്ഷയ ഉണ്ട് എന്റെ ഒപ്പം പോകുന്നത്. ഞാൻ കാനഡയ്ക്ക് പോകുന്നപ്പോ ഒരുത്തന്റെ പോലെ പോകുന്നത്. ഓൻ സെയിം ഡേറ്റിലാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിക്കണത്. അപ്പൊ ഓൻ ദുബായിലുണ്ട്. ഇന്നലെ ഞാൻ പോകേണ്ട നേരത്തെ ശരിക്കും ഓൻ പോയിക്കണേ. ഓൻ ദുബായിലുണ്ട്. ഓനെ കൊണ്ട് ഞാൻ റൂമിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുപ്പിച്ചാണ്ട് ജിനുവിന് ഇങ്ങനെ അയച്ചു കൊടുക്കും റൂമില്. എന്നിട്ട് ഇന്നലെ ആനാൻ്റെ നിക്കജി. അസ്സലാമലൈക്കും. വേറൊന്നുമില്ല, ഇജ്ജ് വാ. പ്രശ്നമൊന്നുമില്ല, വെറിയാണ്ടേ.
ആ ഇന്നിപ്പോ വെജ ഇങ്ങോട്ട് പോര് പൊന്നു പൊന്നു വെജ അങ്ങോട്ട് വാ ആ ഞാൻ ഒറ്റക്കൊള്ളുവടേ ഞാൻ ഒറ്റക്കൊള്ളുവടേ അല്ല അല്ല ആ നേരം കണ്ട 6:45 6:45 നേരം വൈകണ്ട വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തോ ഡൗട്ട് അടിച്ചിക്കണോ ഇല്ല അല്ലേ അതിപ്പോ ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഞായറാഴ്ച വരാ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും പറഞ്ഞു ഞാൻ വെറുതെ വിളിച്ചത് ഇനി ഇങ്ങനെ പോട്ടെ വിളിച്ചിരുന്നോളൂ അപ്പൊ ഏതായാലും നെജ്മനെ വെയിറ്റ് ചെയ്യാട്ടോ നമുക്ക് ഗൈസ് നെജ്മ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം വരൂ കക്കാടംപോയിലും പോയി സോറി നെക്കിക്കൊല്ലാണ് സോറി ട്രിപ്പ് പോയി ഞങ്ങള് ഫുഡ് എത്രങ്ങാനും ഞാൻ എന്റെ കുട്ടി ഇടങ്ങേറയിക്കണ് മതി ശരിയാ വിളിച്ചാണ് കുടുങ്ങില്ലേ ഗായ്സ് സീനായി പോയി എന്തേ തല്ലണൊക്കെ ഉണ്ട് ഗായ്സ് വാതില് പൂട്ടി തല്ലാലെ പരിപാടിയാ അല്ല നിങ്ങൾ വേഗം പോകുന്നില്ല അപ്പൊ തന്നെ ഇമ്മ വിളിച്ചാണ്ട് പറയാൻ നിക്കണേ ഇരുട്ടായി ഇനിയിപ്പോ ഒന്ന് പോരണ്ട നാളെ പോരാ പിന്നെ വെച്ച് തോന്നി നിങ്ങൾ ഫോൺ എടുക്കാത്തപ്പോ നുള്ളിയൊക്കെ ചെയ്തിക്കണേ മുറി വയ്ക്കണോന്ന് അന്നെ കാണുന്നുണ്ട് അല്ല ഇത് സത്യത്തിൽ വിശ്വസിച്ചില്ലേ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഓഫ് ദ ഇയർ കേട്ടോ കണ്ണാടിയിൽ കാണുന്നുണ്ടല്ലേ ഒക്കെ ഓക്ക് സർപ്രൈസ് കിട്ടിയാ ഓള് വറക്കൽ തുടങ്ങും അപ്പൊ ചെറിയ വറക്കലൊക്കെ വരുന്നുണ്ട് ഇനി അടുത്ത സർപ്രൈസ് അപ്പൊ പാക്കണേ ചവിട്ടൊക്കെ ഉണ്ട് ഗൈസ് അപ്പൊ ഏതായാലും ഞമ്മക്ക് ഇനിയേ അമ്മ ബാ ഇപ്പാനെ വിളിച്ച അപ്പൊ ഗൈസ് ഡാഡിനെ വിളിക്കട്ടോ കേട്ടോ എന്താ വിളിച്ചാണ് നിങ്ങൾ അറിയാം ഷാനു വരാൻ പറഞ്ഞ അറിയാം മാഷാഅല്ലാഹ് അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്
കാനഡയിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടു. ഡീപ്പോർട്ട് ചെയ്തു കാനഡയിൽ നിന്ന്. അങ്ങനെ എന്തിനു ഹൈ? കാനഡയിൽ നിന്ന് എന്നെ ഡീപ്പോർട്ട് ചെയ്ത്. അല്ല ഇവിടുന്ന് കിട്ടിയപ്പോ ഒറ്റക്കാണ് അറിയാണ്ട്. അപ്പൊ ഷാനുവിന് സലാം പറഞ്ഞു, വീട്ടിൽ കൊടുത്ത ഞാൻ. എന്താ സംഭവം? എത്ര കിട്ടിക്കണ? അതൊക്കെ ഇനി സസ്പെൻസ് ത്രില്ലറാ. ഇനി വേണ്ട, വിശ്വസിച്ചണ്ട. ഇനി വിശ്വസിച്ച ഇതൊക്കെ ലൈഫിൽ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇപ്പൊ ചെയ്തു. അപ്പൊ ഗായ്സ്, നമ്മളെ കംപ്ലീറ്റ് പരിപാടി സക്സസ് ആയി. അടുത്തതായി ഇതിന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പൂട്ടി തിരിച്ചിടാൻ പോകുകയാണ് എല്ലാവരും. അപ്പൊ അതാണ് ഇനി സംഭവിക്കാൻ പോണത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ സോഫാർ നമ്മൾ പരിപാടി സക്സസ് ആട്ടോ.